നിങ്ങളുടെ ഒപ്പമല്ല, നിങ്ങളെക്കാളും മുകളിൽ നിൽക്കണം എനിക്ക്. അത് ജീവിതത്തിലായാലും ഇനി ബിസിനസ്സിലായാലും. അർച്ചനയുടെ താഴെ മതി അവന്തിക. എന്റെ മുകളിൽ പോയിട്ട് നീ എന്റെ ഒപ്പം പോലും എത്തില്ല. അതിന് ഞാൻ സമ്മതിക്കയില്ല. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും. അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ എത്ര ഉയർന്നു പറന്നാലും നിന്നെ ഞാൻ താഴെ കൊണ്ടുവരും. നീ ആഗ്രഹിച്ചിരിക്കുന്ന ഈ യാത്രയുണ്ടല്ലോ, അത് നടക്കില്ല. നീ എവിടെയും പോവാൻ പോകുന്നില്ല. ഇത് അവന്തികയാ പറയുന്നേ. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെ ഞാൻ പറയാ, ഞാൻ പോവും. നിങ്ങൾക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള എന്നെ നിങ്ങളൊന്നും ചെയ്യില്ല. വേദപുസ്തകം ഞാനും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ലേഖനത്തിൽ തന്നെ മറ്റൊരു വാക്യമുണ്ട്. അതിങ്ങനെയാ: നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. അവന്തിക ഇനി ഈ കളി നിർത്തിയില്ലെങ്കിൽ അർച്ചനയ്ക്ക് പല കടുത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അവന്തികയ്ക്ക് പകരക്കാരിയായി അർച്ചന പോവും സച്ചേട്ടന്റെ കൂടെ. അതിനി എന്ത് വന്നാലും ശരി. നെല്ലിശ്ശേരിയിലെ അവന്തികയ്ക്കാണോ വൃന്ദാവനത്തിലെ അർച്ചനയ്ക്കാണോ മിടുക്കെന്ന് നമുക്ക് കാണാം. കാണാം. ശരിക്കും ശരിക്കും ചേച്ചി സച്ചേട്ടനോടൊപ്പം പോകുന്നുണ്ടോ? സത്യാടി, സച്ചേട്ടൻ പറയുന്ന കേട്ട് ഞാനും അമ്പരന്ന് പോയി. എങ്കിലും ഹണിമൂണിന് വേറെ എവിടെയെങ്കിലും പോവായിരുന്നു. അതിനിത് ഹണിമൂണൊന്നും അല്ല പെണ്ണെ. സച്ചേട്ടൻ മീറ്റിങ്ങിന് പോകുന്നു, ഞാൻ വെറുതെ കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. ഞങ്ങൾ രണ്ട് ആത്മാക്കളെ പിടിച്ച് കെട്ടിച്ചിട്ട് ഇപ്പൊ കാണാനും പറ്റുന്നില്ല, ഹണിയും ഇല്ല, മൂണും ഇല്ല. തിരക്കൊക്കെ കഴിഞ്ഞ് സച്ചേട്ടൻ ഒന്ന് ഫ്രീ ആവട്ടെ. നമുക്ക് 4 പേർക്കും കൂടി എവിടെയെങ്കിലും പോവാം, പോരെ? ആ, അത് പറയണം. അതിനാ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ പോകുന്നതിന്റെ സന്തോഷത്തില് ചുമ്മാ വാഗ്ദാനം തന്നൊന്നും അല്ലല്ലോ. അല്ലടി, പോവാം നമുക്ക്. ആ, എന്നാ ഓക്കെ. അല്ല, പറയുന്ന പോലെ എന്റെ മോൾ ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോവല്ലേ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. ദേ പെണ്ണെ, വിമാന സൂക്ഷിക്കണം. ഫ്ലൈറ്റ് പൊങ്ങുമ്പോ നെഞ്ചിലേക്ക് ഒരു ആദ്യമൊക്കെ വരും, കണ്ണൊക്കെ തള്ളി വരൂന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ദേ പെണ്ണെ, അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോകുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അതിനിടയിൽ നീ ചുമ്മാ പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാ. മുകളിലേക്ക് പറക്കുമ്പോഴേ ഭയങ്കര കുലുക്കമാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് സാരമില്ല, വലിയ കുലുക്കമാണെങ്കിലേ ഞാൻ സച്ചേട്ടനെ പിടിച്ചിരുന്നോളാം. ഓ, എന്ത് പറഞ്ഞാലും ഒരു സച്ചേട്ടൻ. ലോകത്ത് വേറെ ആർക്കും ഭർത്താവില്ലാത്ത പോലെ. ലോകത്ത് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവും, എനിക്ക് എന്റെ സച്ചേട്ടനേ ഉള്ളൂ. എടി, ഞാൻ പിന്നെ വിളിക്കാം. ദേ സച്ചേട്ടൻ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ജേർണി. താങ്ക് യു മോളെ, ഞാൻ വിളിക്കാട്ടോ. ശരി ചേച്ചി, ബൈ. ഹലോ സച്ചേട്ടാ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാ. സൂക്ഷിച്ച്, കണ്ണു തുറക്കല്ലേ. പതിയെ, മെല്ലെ 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 വാ. സച്ചേട്ടാ, നാളെ നമ്മൾ ഡൽഹിക്ക് പോവല്ലേ, അതുകൊണ്ട് ഈ വർഷത്തെ വിഷുക്കണി കാണിക്കുന്നത് ഞാനാ. പതിയെ പതിയെ വാ, കണ്ണു തുറക്കല്ലേ. നേരെ, കണ്ണു തുറക്കരുത്. എത്തിയോ? കണ്ണു തുറക്കരുത്. ഇനി തുറന്നോ.
കണ്ടു, കണ്ണിറയെ കണ്ടു. ഇതാണല്ലേ ഞാൻ രാത്രി നോക്കിയിട്ട് മുറിയിലൊന്നും കാണാത്തെ? താൻ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഒരുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നേരത്തെ എഴുന്നേറ്റു. ഈ കണ്ണിനേക്കാളും വലിയ കള്ള കണ്ണനല്ലേ എന്റെ കൂടെയുള്ളത്. ഇനി താൻ ആ കൈയൊന്ന് നീട്ടിക്കേ. അയ്യോ, സ്വർണ്ണ നാണയം. അയ്യോ, സച്ചേട്ടന് ഞാനിപ്പോ എന്താ കൈനീട്ടായിട്ട് തരാ? എനിക്കുള്ള കൈനീട്ടമൊക്കെ എപ്പോഴേ കിട്ടി. തൻ്റെ മുഖത്ത് ഈ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെന്ത് കൈനീട്ടോ വേണ്ടത്? തൻ്റെ ഈ ചിരി തന്നെയാ എൻ്റെ കണി. താൻ തന്നെയാ എൻ്റെ കൈനീട്ടവും. അയ്യോ, അതാരൊക്കെ ഓടുന്ന? ഞാനല്ല. ഇത് ഞാനുമല്ല. കണ്ണു തുറക്കല്. നേരെ പൊയ്ക്കോ. ഇനി പയ്യെ കണ്ണുറന്നു. അടിപൊളി ഏട്ടത്തി, കണി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് എന്നോടല്ല, ദാ ഇവിടെ പറയണ്ടേ, സച്ചേട്ടൻ ഇതിന്റെയൊക്കെ ആള്. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ കൊറേ ദിവസമായിട്ട് സച്ചേട്ടൻ ഓരോന്നൊക്കെ ചെയ്ത് ഏട്ടത്തി അങ്ങ് ഞെട്ടിക്കുവാണല്ലോ. കണ്ടു പഠിക്കേട്ടോ, ഭാവിയിൽ ആവശ്യം വരും. അയ്യടാ, ഒരു നാണക്കാരൻ. എന്താടി നീ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നേ? പൂജാമുറിയുടെ മുന്നിൽ വലിയ ആൾക്കൂട്ടം എല്ലാം ഉണ്ട്. ഇന്നെന്തോ ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് തോന്നുന്നു. ഇന്ന് വിഷു ആടി, നീ പോയി കണി കാണാൻ നോക്ക്. എന്തോ എല്ലാം കൂടി കിണിച്ചോണ്ട് നിൽക്കുന്നതാണല്ലോ കണി കണ്ടത്. ഈ വർഷം ഇനി തുടർച്ചയായ പരാജയങ്ങളാണോ ആവോ? എല്ലാരും സന്തോഷിക്കട്ടെടി, ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കൃഷ്ണ, അവന്തിയെ അണിക്കാൻ വിളിച്ചില്ലേ? വിളിക്കാച്ചാ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇനി എല്ലാവർക്കും അച്ഛൻ കൈനീട്ടം തരേണ്ടതാണ്. അതൊക്കെ തരാവടി. 2000 കുറഞ്ഞ ഒരു കൈനീട്ടോ സ്വീകരിക്കില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓ, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിലേ അവര് രണ്ടുപേരും പോയിട്ട് വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കും. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ സച്ചിയേട്ടനും അർച്ചനയും മീറ്റിങ്ങിന് മാത്രമാണ് പോകുന്നതെന്ന്? അവിടെ നിന്ന് അവര് വേറെ എങ്ങോട്ടെങ്കിലും പോവും ഹണിമൂണിന്. ആകെയുള്ളൊരാശ്വാസം അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതായിരുന്നു. ആ സ്വാമി പറഞ്ഞത് കേട്ടില്ലേ, അവള് ഗർഭിണിയാവൂന്ന് പ്രസവിക്കുന്നു. ഇനി വല്ല അത്ഭുത പ്രവൃത്തിയിലൂടെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായാല് നമുക്ക് അപ്പൊ തന്നെ ഇവിടുന്ന് പടിയിറങ്ങാം. അവളുടെ അടിമയായിട്ട് അവളെ അനുസരിച്ച് ജീവിക്കുന്നതിലും ഭേദം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാ.
ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അവര് ഹണിമൂൺ ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാളെ ഒരു സമയം അവളൊരു അമ്മയാവരുത്. അതിനവക്ക് ഹണിമൂണിന്റെ ആവശ്യമുണ്ടോ? അവൾക്കൊരു കുഞ്ഞു വേണമെന്ന് തോന്നിക്കഴിഞ്ഞാ അതിന് ഡൽഹി പോകുന്ന എന്തിനാ? നീ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ പേടി വേറെയാ. വേറെന്ത് പേടിക്കാനാ? ഇപ്പൊ സച്ചിയുടെ കൂടെ 2 ദിവസത്തെ കോൺഫറൻസിനാ അർച്ചന പോകുന്നത്. അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെട്ട് അവൾക്ക് നാളെ ഒരു സമയത്ത് തോന്നിയാലോ നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ഏതെങ്കിലും ഒരു തലപ്പത്ത് ഒരു കസേര വേണമെന്ന്. നീ ചില സീരിയലിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒന്നും അറിയാത്തവൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഓഫീസിൽ പോവാൻ തോന്നുന്നതും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഭരണം കൈക്കലാക്കുന്നതും. ചേച്ചി ഈ സീരിയൽ കഥയും ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്താതെ. അർച്ചനെ പോലൊരുത്തി ഓഫീസിൽ വന്ന് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പോണില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതി ഇരുന്നോണ്ടാ കാര്യങ്ങൾ ഇത്രമേൽ കീഴ്മേൽ മറിയാൻ കാരണം. അർച്ചന എന്ന് പറയുന്നവളെ ഒരു തരത്തിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള എന്നെ നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ഒപ്പമല്ല, നിങ്ങളെക്കാളും മുകളിൽ നിൽക്കണം എനിക്ക്. ഈ യാത്രയ്ക്ക് പിന്നിൽ ഞാൻ പറഞ്ഞ പോലൊരു ദീർഘവീക്ഷണം അവക്കുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയണം. ഇന്നവള് വളർന്ന് അവന്തികയുടെ തോളൊപ്പം നിപ്പുണ്ട്. ഇനിയൊരു വളർച്ച എന്റെ തലയ്ക്ക് മീതെ വളരാനാണെങ്കിൽ അവളെ അതിന് അനുവദിച്ചു കൊടുത്തൂടാ. പിന്നെ സ്വാമി പറഞ്ഞ പോലെ അർച്ചന ഗർഭിണിയാവുന്ന കാര്യം മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് അന്ധവിശ്വാസത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഇപ്പം മുന്നിലുള്ളത് ഇപ്പം അവളുടെ യാത്ര മുടക്കണം എന്നുള്ളതാ. കോൺഫറൻസിന് അവൾ ഉണ്ടാവരുത്. അതിന് വേണ്ട വഴിയാണ് ഇപ്പം ആലോചിക്കേണ്ടത്. ഇന്നൊരു രാത്രിയാ മുന്നിലുള്ളത്. അത്ഭുതങ്ങൾ ഇവിടെയാ നടക്കേണ്ടത്. ഒരു വഴിയുണ്ട് ചേച്ചി. അർച്ചന മാത്രമല്ല, സച്ചിയേട്ടന് നാളെ ഒരിടത്തും പോവാൻ പോണില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഉദ്ദേശമൊക്കെ വഴിയേ പറയാം. ചേച്ചി കണ്ടോ, നാളെ ഈ സമയത്ത് അവരിവിടെ ഉണ്ടാവും. ദേ, സൂക്ഷിച്ചു വേണം. ഒന്നാമത് അർച്ചനയോടാ നമ്മൾ കളിക്കുന്നേ. രണ്ടാമത്തെ കാര്യം, ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ എല്ലാം പൊളിയും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ചേച്ചി. ഈ ധീര ചെവി അറിയാതെ ഞാൻ നടത്തിക്കോളാം. ചേച്ചി പുറത്തു നിന്ന് കളി കാണും. ഇതെനിക്ക് പ്രതികാരം ചെയ്യാനുള്ളൊരവസരം. അത് നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തിരിക്കും. എന്താ സച്ചേട്ടാ? ഹേയ്, ഒന്നുമില്ല. താൻ സന്തോഷത്തോടെ ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് കണ്ടതിന്റെ സന്തോഷത്തിൽ നിന്നു പോയതാ. നോക്കി സച്ചേട്ടാ, ഇനി വേറെന്തെങ്കിലും എടുക്കണോന്ന്?
ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട്. താനെന്നാ വരുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇത്രയും സാരിയും കെട്ടിപ്പോഞ്ഞോണ്ട് പോകുന്നോണ്ട് ചോദിച്ചതാ. ഇത്രയും വേണ്ടേ? ഇത്രയും നല്ല, ഇതൊന്നും വേണ്ട. അയ്യോ, അപ്പൊ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റണ്ടേ? മാറ്റണം. അതിന് ഈ സാരി ഒന്നും കൊണ്ടുപോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാം ഞാൻ ശരിയാക്കി തരാം. താനവിടെ പെട്ടിക്കട വല്ലതും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെന്താ? ഇതെന്തിനാ ഈ അച്ചാറൊക്കെ? അന്യനാടല്ലേ സച്ചേട്ടാ, അവിടുത്തെ ഭക്ഷണമൊന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. ആ, അത് ശരിയാ. എന്നാ പിന്നെ ഇരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം. അടുക്കളയിൽ നിന്ന് ദോശക്കല്ലൂടി എടുക്കാം. അച്ചാർ മാത്രം പോരല്ലോ, കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൂടെ വേണ്ടേ? എടോ, ഈ ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന സാധനങ്ങളാ ഇതൊക്കെ. അത്ര മോശം ഫുഡൊന്നും അല്ല അവിടുത്തെ. പോരാത്തതിന് പോകുന്നിടത്തെല്ലാം മലയാളി ഹോട്ടലും ഉണ്ട്. ആണോ? അതെ. അല്ല, ഈ വെള്ളം എന്തിനായിരുന്നു? ഇവിടുന്ന് പോയാ അവിടെ എത്തുന്നവരെ നമുക്ക് കുടിക്കാം. ഓ, അത് ശരി. ഒരു ഗ്ലാസ് കൂടി എടുത്തോണേ. ഫ്ലൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെള്ളം ദാഹിച്ചാ കുടിക്കാലോ. ഇനി കട്ടറിലോ എല്ലാം വീണാലും ദേഹത്ത് വീഴ്ത്തൂല്ല. സച്ചേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ? പിന്നെ ഇതൊക്കെ കണ്ട കളിയാക്കാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ? അവിടുന്ന് കിട്ടുന്നൊക്കെ ക്ലോറിനൊക്കെ ഇട്ട വെള്ളമായിരിക്കും അമ്മ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ വെള്ളമൊക്കെ എടുത്തു വെച്ചത്. ബെസ്റ്റ് അമ്മയും അതിനേക്കാൾ ബെസ്റ്റ് മോളും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞു തരേണ്ടത് സച്ചേട്ടനല്ലേ? അതിനു പകരം എന്നെ കളിയാക്കുവാണോ? ഓ, ശരി ശരി. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ഇയാൾക്ക് മാറാനുള്ള 1 or 2 ഡ്രസ്സ്. ഇനി അതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കല്ലേ അവിടെ പോയി വാങ്ങാം. എന്റെ ലാപ്ടോപ്പ്, 2 ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഈ യാത്രയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഈ പെട്ടി തന്നെ മാറ്റി നമുക്ക് ചെറുതാക്കാം. അല്ലാതെ ഈ വീടോടെ കൊണ്ടുപോകണ്ട. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ ഇതെല്ലാം ഇരുന്ന പോലെ എന്റെ മോള് തിരികെ കൊണ്ടുവച്ചേ. ഏട്ടൻ കാണട്ടെ. ക്ലോറിനില്ലാത്ത വെള്ളം കുടിക്കാൻ കൊതിയാവുന്നു. നാളെ ഇനി ഡൽഹിയിലൊക്കെ വരൾച്ചയാണോ ആവോ? ഇനി എങ്ങാനും അങ്ങനെ വന്നാ ക്ലോറിനില്ലാത്ത വെള്ളം അവിടെ കിട്ടില്ലല്ലോ ഈശ്വരാ. നീ ഇന്ന് വീട്ടിൽ പോണില്ലേ? ഇപ്പൊ പോകും. ഈ പാലൊന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പോകാന്ന് കരുതി. ഇതാർക്കായി പാല്? സച്ചി സാറിനോ അർച്ചന കുഞ്ഞിനുമാ. ഇത് നീ എന്നും അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറാണോ പതിവ്? അല്ല, ഞാൻ ഒഴിച്ചു വെക്കും. അർച്ചന കുഞ്ഞു വന്ന് എടുത്തോളും. അതെ, അർച്ചനേട്ടത്തി വന്ന് എടുത്തോണ്ട് പോകുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തി. ഇന്ന് മുതല് നീ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. മനസ്സിലായോ? ശരി. നീ ചേച്ചിയുടെ അടുത്തേക്കൊന്ന് ചെന്നേ. ചേച്ചി എന്തോ ഒരു കാര്യത്തിന് നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് സാറിന് കൊടുത്തിട്ട് അത് ചേച്ചിയുടെ അടുത്ത് പോയി വന്നിട്ട് കൊടുത്താ പോരെ?